വിപിൻ, പരിശോധന തുടരുകയാണോ? എന്താണ് അവരുടെ ആദ്യ പ്രതികരണം? തരത്തിലേക്ക് നമുക്ക് ക്യാമറയ്ക്ക് മുന്നിൽ എന്തെങ്കിലും പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? അനുജ, ഇതുവരെയും പ്രതികരണത്തിലേക്ക് കടന്നിട്ടില്ല. അവരിപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജയ്പൂരിൽ നിന്നുള്ള ഡോക്ടർ അനിൽ ദീക്ഷിത്, ഒപ്പം കൊച്ചിയിൽ നിന്നുള്ള ഡോക്ടർ ജിമ്മി തോമസ് തുടങ്ങിയവരുൾപ്പെടുന്ന വിദഗ്ധ സംഘമാണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറിലേക്കൊക്കെ കടക്കുകയാണ് ഈ പരിശോധന. ഈ കൂരിയാടിലെ ഈ ദേശീയപാത 66 സർവീസ് റോഡായിരുന്നു തകർത്തത്. അതിപ്പോൾ ഈ പരിശോധന നടത്തുന്നത് ദേശീയപാതയുടെ മുകൾ വശത്താണ്. ഇവിടെ നിന്നും അടുത്തുള്ള പാടത്തിലേക്കും ഒക്കെ അവരുടെ ഒരു പരിശോധന നീളുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത്, ഒപ്പം തന്നെ എന്താണ് പരിഹാര മാർഗം തുടങ്ങിയ കാര്യങ്ങളാണ് കൃത്യമായി ഇനി അറിയാനുള്ളത്. അപ്പോൾ ഇതിന്റെ കരാറെടുത്ത കമ്പനിയുടെ പ്രതിനിധികൾ, ഒപ്പം തന്നെ നാട്ടുകാർ, ഇവിടെ എന്താണ് സംഭവിച്ചതെന്നതിനെ സംബന്ധിച്ച ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ ഇത് വിശദീകരിക്കാനുണ്ട്. ഇപ്പോൾ NHAI ആണ് ഇങ്ങനെ ഒരു വിദഗ്ധ സമിതിക്ക് രൂപം കൊടുത്തത് എന്നുണ്ടെങ്കിൽ പോലും അതൊരു സ്വതന്ത്രമായിട്ടായിരിക്കും പ്രവർത്തിക്കുക എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ 3 സമിതിയാണ്. ഇവർ 2 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനോടൊപ്പം തന്നെ ഇനി എന്താണ് ഒരു പ്രശ്ന പരിഹാരം എന്നതിനും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം വേണം. കാരണം ഒരു 90% ജോലി കഴിഞ്ഞ ഒരു റോഡാണ്. ഇതിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോയിരുന്ന ഒരു റോഡിന്റെ സർവീസ് റോഡാണ്. ആ പാടെ പൊട്ടിപ്പൊളിയുകയും അതായത് താഴ്ന്ന നിലയിലായിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. കാരണം ഒരു വശത്തേക്ക് പാടെ തകർന്ന നിലയിലാണ്. മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള മഴയെ താങ്ങുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. ഓരോ ദിവസം കഴിയുന്നതോടും ഇപ്പോൾ ഈ താഴ്ന്ന പ്രദേശം അത് കൂടുതൽ വിള്ളൽ ഉണ്ടാവുന്നു എന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന നടക്കുന്നത്. 2 ദിവസത്തിനകം തന്നെ ഇവരുടെ റിപ്പോർട്ട് ഉണ്ടാകും. ഒപ്പം ഈ പരിശോധന കഴിയുന്നതോടുകൂടി തന്നെ നമ്മോട് അവർ പ്രതികരിക്കുമെന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാർ അവരുടെ പരാതിയായി പറയുന്നുമുണ്ട്. ഇപ്പോൾ ഇതിനൊരു അശാസ്ത്രീയതയില്ല, അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ല എന്നുള്ളതായിരുന്നു ആദ്യം ഈ NHAIയുടെ തന്നെ പ്രൊജക്ട് ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത്. അപ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇത് മഴ പെട്ടെന്ന് പെയ്തുകൊണ്ട് തന്നെ ഇവിടുത്തെ വയലുകൾ അതിന് ഒരു വിള്ളൽ വരികയും മണ്ണിടിഞ്ഞ് അത് താഴ്ന്നു പോവുകയുമായിരുന്നു എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു വിശദീകരണമുള്ളത്. പക്ഷെ അത് തന്നെയാണോ ഈ ഒരു വിദഗ്ധ സമിതിയുടെ ഒരു കണ്ടെത്തൽ? അതല്ല, ഏതെങ്കിലും രീതിയിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നടന്നോ എന്നുള്ളതാണ്. മണ്ണിട്ട് അത്രത്തോളം വലിയ നികത്താണ് ഉണ്ടായിരിക്കുന്നത്. അന്ന് തന്നെ അതിനെതിരെ ആക്ഷേപം ഉയരുകയും നാട്ടുകാർ അത് പരാതിയായി പറയുകയും ഇതിനൊരു വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്താണ്. പക്ഷേ ജനപ്രതിനിധികളുടെ അടക്കമുള്ളവരുടെ വാക്കുകൾ ഈ ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ കേട്ടില്ല, ഒപ്പം തന്നെ നിർമ്മാണ കമ്പനിയുടെ കരാറുകാർ കേട്ടില്ല എന്നുള്ള ആക്ഷേപങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ പരിശോധന അത് ഏറ്റവും നിർണായകമാവുന്നതും. അങ്ങനെയാണ് അനുജ. ഇതിൽ ഇവരുടെ പരിശോധനയ്ക്ക് ശേഷം അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും അതിനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ ഇവരുടെ ഒപ്പം തന്നെയുണ്ട്. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം വരുന്ന ദൂരത്തിലാണ് ഈ ഒരു വിള്ളൽ നടന്നിരിക്കുന്നത്. ഒപ്പം ഇവിടെ മാത്രമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ സമീർ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മമ്മാൽപ്പടിയിലുണ്ട്, തൊട്ടപ്പുറത്തുള്ള തലപ്പാറയിലുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു വിള്ളലുണ്ട്. അതുകൊണ്ട് തന്നെ അത് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന കൂരിയാട് അത് പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ അതിനുശേഷം അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.